ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഗാർഡൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വീട്ടിൻ്റെ മുൻഭാഗത്തുള്ള ഗേറ്റാണ്. ഞങ്ങളുടെ വീട് റോഡിനോട് ചേർന്നാണുള്ളത്. അതുപോലെ വീട്ടിൻ്റെ മുൻഭാഗത്ത് കടയുള്ളതുകൊണ്ട് ഫ്രണ്ടിലൊന്നും കൂടുതലായി ചെടികളൊന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. ഈ ഇടയ്ക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയപ്പോൾ വാങ്ങിയ തെങ്ങിൻ തൈകളാണിത്. അപ്പോൾ ഇതിന് വേണ്ട സ്ഥല സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നടാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഞങ്ങൾ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അതിലേക്ക് നിറയ്ക്കാനുള്ള മിശ്രിതമാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. മണലും മണ്ണും കൊക്കോപ്പിറ്റും ചാണകവും എല്ലാം ഉണ്ട്. കുറച്ച് ചെടിച്ചട്ടികളിൽ മണ്ണൊക്കെ നിറച്ച് വിത്ത് പാകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വീടിൻ്റെ പുറകു ഭാഗത്തുള്ള സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. ഇനി കുറച്ച് ചെടിച്ചട്ടികൾ കൂടി മണ്ണ് നിറയ്ക്കാനുണ്ട്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വാങ്ങിയ ചെടിച്ചട്ടികളാണ്. ഇതിൽ ചീരയും പയറുമൊക്കെയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ പയറുവള്ളിയൊക്കെ കുറച്ച് പടർന്നു വന്നിട്ടുണ്ട്. പടരാൻ ആവശ്യമായ വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വീടിൻ്റെ പുറകു ഭാഗത്താണ് നമ്മൾ നട്ടുവെച്ചിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം വീടിൻ്റെ പുറകു ഭാഗത്തുള്ള സ്ഥലമാണ്. ഇവിടെയുള്ള പാഴ്ചെടികളൊക്കെ മാറ്റി പച്ചക്കറികൾ നടാനുള്ള പ്ലാനിലാണ്. ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളത് കാരണം പാഴ്ചെടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരും. അപ്പോൾ അതൊക്കെ മാറ്റിയാലേ പച്ചക്കറികൾക്ക് വളരാനുള്ള സൗകര്യം കിട്ടുകയുള്ളൂ. ഞങ്ങൾ വാങ്ങിയ വിത്തിനങ്ങളെല്ലാം ചെടിച്ചട്ടിയിലാണ് പാകിയിട്ടുള്ളത്. അതെല്ലാം വളർന്നു വന്നിട്ടുണ്ട്. ഇത് കാന്താരി മുളക് ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചെടി പലയിടത്തായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇത് തനിയെ തന്നെ പൊടിച്ചു വരുന്നതാണ്.
ഇതിലൊക്കെ പഴുത്ത കാന്താരി മുളക് നിൽപ്പുണ്ട്. ഇത് വീടിൻ്റെ പുറകുഭാഗത്തുള്ള കറിവേപ്പിൻ്റെ മരമാണ്. അപ്പോൾ ഇത് വലിയ മരമായിട്ടുണ്ട്. താഴെ നിന്നതിൻ്റെ ഇലയൊന്നും പറിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു തോട്ടം ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചായച്ചാണ് ഇതിൻ്റെ ഇലയൊക്കെ പറിച്ചെടുക്കാറുള്ളത്. വലിയ മരമായതുകൊണ്ട് തന്നെ ധാരാളം വിത്തുകൾ പഴുത്തുണങ്ങി നിൽപ്പുണ്ട്. ഇതാ കറിവേപ്പിൻ്റെ കായ് നല്ല പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ 1-2 ചവച്ച് നോക്കിയപ്പോൾ അതിൻ്റെ പുറംതൊലി നല്ല മധുരമുണ്ട്. ഇത് ഉണങ്ങി വീണ് പലയിടത്തായിട്ട് കറിവേപ്പിൻ്റെ തൈയും പൊടിച്ച് വന്നിട്ടുണ്ട്. പഴുത്ത കായകൾ പറിക്കാനായിട്ട് ഞാൻ ഈ സ്റ്റെപ്പ് വഴി കയറിയാണ് കായകൾ പറിച്ചെടുത്തത്. കറിവേപ്പിൻ്റെ ഉണങ്ങിയ വിത്ത് വീഴുന്ന പൊടിച്ച കറിവേപ്പിൻ തൈകളാണ് ഈ കാണുന്നത്. ചേമ്പ്, ചേന, കൂവ, വാഴ, കപ്പ ഇതൊക്കെ വീടിൻ്റെ പുറകുഭാഗത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ പൈനാപ്പിൾ ചെടികളൊക്കെ ഞങ്ങൾ പൈനാപ്പിൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒടിച്ച് നട്ട് വളർന്നു വന്നതാണ്. പിന്നെ ഫാഷൻ ഫ്രൂട്ട് ചെടി നട്ടു വളർത്തിയിട്ടുണ്ട്. അതുപോലെ സീതപ്പഴത്തിൻ്റെ മരവും ഇവിടെ നിൽപ്പുണ്ട്. അതിൽ 5-6 കായകളൊക്കെ പിടിച്ചിട്ടുണ്ട്. 1-2 വിളഞ്ഞതുകൊണ്ട് ഞാനത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു.